നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. മലയാളികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മീനാണ് ബ്രാൽ അഥവാ വരാൽ. ബ്രാല് നമ്മൾ പല രീതിയിലും കറി വെക്കാറുണ്ട്. ഇന്ന് നമ്മൾ ബ്രാല് വെച്ച് നല്ല അടിപൊളി ഒരു മുളക് കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഷാപ്പിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ബ്രാൽ അഥവാ വരാൽ മുളകിട്ടതാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ കൂട്ടുകാർ തീർച്ചയായും ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചട്ടി ഇതേ കൂട്ടൊന്ന് കറക്കി കൊടുക്കുക. എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 12 to 15 കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, 3 പച്ചമുളക്, 4 വെളുത്തുള്ളി, ഒരു 3 to 4 തണ്ട് കറിവേപ്പില. ഇത്രയും സാധനം നമുക്ക് ഒരേ സമയം തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടുന്നതിന് നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഒരു 4 to 5 കഷ്ണം കുടംപുളി ഞാനൊരു 20 മിനിറ്റോളം സോക്ക് ചെയ്തതാണ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് തപ്പി പൊത്തി വെക്കുക. ഇനി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 3.5 ടേബിൾ സ്പൂണാണ് കാശ്മീരി ചില്ലി പൗഡർ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറി കിട്ടും. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെട്ടിക്കഴുകി വെച്ചിരിക്കുന്ന 1 കിലോ വരാൽ മീൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മീനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1.5 ഗ്ലാസ് തേങ്ങയുടെ 2ാം പാല് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ചട്ടിയുടെ മൂടി തുറന്ന് ഒന്ന് കറക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചട്ടി ഒന്ന് കറക്കി കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തുറന്ന് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇതേക്കൂട്ട് ചട്ടി ഒന്ന് കറക്കി കൊടുക്കാൻ മറക്കരുത്. കറിക്ക് നല്ലൊരു രുചിയും വാസനയും കിട്ടുന്നതിന് നമുക്ക് ഇതിനകത്തേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 പിഞ്ച് കായപ്പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചട്ടി ഒന്നുകൂടി ഒന്ന് കറക്കി യോജിപ്പിക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് 1ാം പാല് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്കൊരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ട് ചട്ടി ഒന്ന് കറക്കി യോജിപ്പിക്കുക. ഇനി ഇതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒറ്റ ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ തിള വന്നതിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വയംബൻ
ബ്രാല് അഥവാ വരാല് കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കറി പിറ്റേ ദിവസമേ എടുക്കത്തുള്ളൂ. മീൻ കറിയൊക്കെ വെച്ച് ഒരു ദിവസം ഇരുന്നതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നല്ലപോലെ അതിൻ്റെ ഉപ്പും മുളകും ഒക്കെ പിടിക്കും. അപ്പോൾ വീഡിയോ കണ്ട കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.